പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുത്തേക്കുന്നത്, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. എണ്ണ ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം പെരിഞ്ജീരകം എല്ലാം നല്ലപോലെ ഒന്ന് പൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. 2 സവാള, വലിയ സവാള 2 എടുത്തേക്കുന്നത്, അതിട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരുപാട് വഴന്നൊന്നും പോകണ്ട, എന്നാൽ ചെറുതായിട്ടൊന്ന് വാടി കിട്ടണം. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി ചതച്ചതായി വേണം. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, അതും ചതച്ച് ചേർത്ത് കൊടുക്കുക. പേസ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതെടുത്താൽ മതിയാവും. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് ചതച്ചതും കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണമെല്ലാം ഒന്ന് മാറിക്കിട്ടണം. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറി ലീഫ് ചേർത്ത് കൊടുക്കുക. ഞാൻ വലിയ ഒരു തണ്ട് കറി ലീഫ് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി ഞാനിതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മുടെ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, 1 ടീസ്പൂൺ തന്നെ ഞാൻ കുരുമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി കുറച്ച് വയ്ക്കുക കേട്ടോ. ഇവിടെ പിന്നെ കുഞ്ഞുമക്കളില്ലാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിക്കൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ. ഈ സമയം നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണമൊക്കെ മാറിക്കിട്ടണം. ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നല്ലൊരു മണവും വരും. ഈ വെളുത്തുള്ളി, ഇഞ്ചിയും ഗരം മസാലയും നമ്മുടെ പെരിഞ്ജീരകമൊക്കെ നമ്മളിതിലിട്ടിട്ടുണ്ട്. ഇനി ഒരല്പം മാത്രം തക്കാളി ഞാൻ ചേർക്കുന്നുണ്ട്. തക്കാളി ഇല്ലാത്തവർ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാനത് തക്കാളി ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് തക്കാളിയൊന്നും എടുക്കരുത്, അപ്പോൾ പുളിപ്പ് രസം തോന്നിക്കും കേട്ടോ. ഒരല്പം മാത്രമാണ് ഞാൻ തക്കാളി എടുത്തേക്കുന്നത്. ഇനി ഇപ്പോൾ ഇതെല്ലാം നല്ലപോലെ പരുവത്തിന് വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇഡ്ഡലി തട്ട് വെച്ച് ഞാൻ കുറച്ച് ബ്രെഡ് പീസ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആവി കയറ്റി എടുക്കുമ്പോൾ ബ്രെഡൊക്കെ നല്ലപോലെ സ്മൂത്തായിട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് 2-3 മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുത്താൽ മതിയാവും. അപ്പോൾ അതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബ്രെഡൊക്കെ. അത് മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതിൻ്റെ 4 ഭാഗവും ഈ മെറൂൺ കളറിൽ മൊരിഞ്ഞിരിക്കുന്ന 4 ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ബ്രെഡെല്ലാം ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ബ്രെഡ് നമുക്ക് ഇതുപോലെ ഒരു ചപ്പാത്തി പരത്തുന്ന ആ കോല് കൊണ്ട് നമുക്കിതുപോലെ ഒന്ന് നൈസായിട്ടൊന്ന് പതുക്കെ പിടിച്ചൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് നൈസായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഈ പരത്തിയെടുത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള നമ്മൾ വഴറ്റി വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പകുതി മുട്ട ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കോണോട് കോണ് ചേർത്ത് കാണാമല്ലോ, ഇതുപോലെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ച് എടുക്കാനായിട്ട് ഞാൻ ഒരല്പം മൈദ ഇതുപോലെ ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരു സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അതൊന്ന് കുത്തി കൊടുത്തിട്ട് പിന്നെ അതെടുത്ത് മാറ്റിയാലൊക്കെ മതിയാവും. പിന്നെ ഞാനിതിങ്ങനെ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒരല്പം വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടിട്ടൊന്ന് ആ ഭാഗത്തൊന്ന് തൊട്ടിട്ട് ഒട്ടിച്ചാലും ഒട്ടിയിരിക്കും കേട്ടോ. ചിലപ്പോൾ ഇളകിപ്പോരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ വീണ്ടും അതുപോലെയല്ല ഞാനൊന്ന് ഇത് ചെയ്തെടുക്കുന്നുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് എണ്ണയിലിടാനുള്ളതെല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഇടാനുള്ളതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട്. അപ്പോൾ 4 ആദ്യം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറിച്ചും തിരിച്ചും ഇട്ട് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് ഞാനിപ്പോഴും പറയുന്നത് തീ കുറച്ച് വെച്ച് വേണം ചെയ്യാൻ. ഇച്ചിരി കൂടിയാൽ കരിഞ്ഞു പോകും. അപ്പോൾ 2 വശവും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ഞാനിതെല്ലാം വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി മുട്ട പപ്സിന് വേണ്ടി കടയിലൊന്നും പോകണ്ട. ബ്രെഡ് ഉണ്ടെങ്കിൽ വേഗം തയ്യാറാക്കിക്കോ. അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് അടിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ബായ്.